എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ജാസ്മിന്റെ അമ്മയും ജാസ്മിനും കൂടി നെക്സ്റ്റ് റൂമിന്റെ കട്ടിലേക്ക് കടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഗെയിമിനെ കുറിച്ചും അവരുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സംസാരിച്ച ചില കാര്യങ്ങളാണ് എനിക്ക് ശ്രദ്ധയപ്പെട്ടത്. ജാസ്മിൻ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ജയിലിൽ കിടന്നതൊക്കെ കണ്ടായിരുന്നു, ഞാനും ജിൻഡോ കാക്കയും കൂടെ പോയി ജയിലിൽ കിടന്നതൊക്കെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജാസ്മിന്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ കിടന്ന സമയത്ത് മറ്റു മത്സരാർത്ഥികൾക്കൊക്കെ ഇവിടെ വന്ന് എപ്പോഴും സന്ധി ചെയ്യാനുള്ള സമയം, നിങ്ങളെ പിടിച്ചു മാറ്റാനും നിങ്ങളുമായിട്ട് അവിടെ വഴക്കുണ്ടാക്കരുത് എന്ന് പറയാനുള്ള സമയമായിരുന്നല്ലോ മറ്റു മത്സരാർത്ഥികൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ അന്ന് ഞാൻ ജിൻഡോയെ അടിച്ചു എന്ന് ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, മോളെ നീ അത് ചെയ്യരുതായിരുന്നു, അടിക്കരുതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനൊന്നും ഇല്ലാമേ, ഞാനൊരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാ കാണുന്നത്, എപ്പോഴും അങ്ങാരോട് എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് തോന്നുന്നു, എപ്പോഴും വഴക്കുണ്ടാക്കാനായിട്ട് തോന്നുന്നു, അങ്ങനെ ആ വഴക്കൊക്കെ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് വഴക്കുണ്ടായാലും ജിൻഡോ വന്നിട്ട് കാപ്പി കൊണ്ട് വരും, ഞാൻ വിഷമിച്ചിരുന്ന കാപ്പി കൊണ്ട് തന്നിട്ട് പറയും, മോളെ നീ കുടിക്കുക, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ്, നീ കുടിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഞാനത് കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ആണ് പിറ്റേ ദിവസം ഞാനത് വഴക്കുണ്ടാക്കിയത്, ഗബ്രി പോയ വിഷയത്തെ കുറിച്ച്, നീ കാരണം ആ ഗബ്രി പോയ എന്നുള്ള വിഷയം ഉണ്ടായി വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ നീ ഒരിക്കലും പ്രായത്തിൽ മൂത്തവരെ അടിക്കാനോ അല്ലെങ്കിൽ പോടാ വാടാ എന്നൊന്നും വിളിക്കാനൊന്നും പാടില്ല എന്നും എടുത്തു പറയുന്നുണ്ട്. ജാസ്മിനോട് അപ്പനായാലും ജാസ്മിന്റെ ഫാദർ ആയാലും എടുത്തു പറഞ്ഞത് ഇതാണ്, പ്രായത്തിൽ മൂത്തവരെ പോടാ വാടാ എന്നൊന്നും വിളിക്കരുത്, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാണെന്നാ പറഞ്ഞേക്കണേ. കാരണം ജിൻഡോയെ എപ്പോ വിളിച്ചാലും പോടാ വാടാ നീടാ എന്നൊക്കെ പറയത്തില്ലേ, ആ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജാസ്മിന്റെ ഫാദറിനെ തന്നെയാണ്. കാരണം ഓരോ പ്രേക്ഷകരും പറയും, ഇങ്ങനെയാണോ വളർത്തിവിട്ടിരിക്കുന്നത്, വളർത്തിവിട്ടതിന്റെ ഗുണമാണെന്നൊക്കെ പറയത്തില്ലയോ, അതെല്ലാം ബാധിക്കുന്ന ആരെയാണ്? ജാസ്മിന്റെ ഫാദറിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിന്റെ ഫാദർ അങ്ങനെ എടുത്തു പറഞ്ഞത്. എന്തുമായാലും ഇപ്പോൾ ജാസ്മിന്റെ അമ്മയും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നീ അങ്ങനൊന്നും ചെയ്യരുത്, ജിൻഡോയോട് അങ്ങനൊന്നും പെരുമാറില്ല, അങ്ങനെ അടിക്കരുത്, നീ അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു മൂത്ത ആളെ പോലെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, നിങ്ങളുടെ ഒരു മൂത്ത സഹോദരൻ സഹോദരിയോട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു സഹോദരി സഹോദരനോട് ചെയ്യുന്നത് പോലെയാണ് എനിക്കും ഫീൽ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ അതൊന്നും അല്ല പ്രേക്ഷകർക്ക് മനസ്സിലായിരിക്കുന്നത്, ഒരു റെസ്പെക്ട് ഇല്ലായ്മയൊക്കെയാണ്. പലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ചില സമയത്തൊക്കെ ഓക്കെ എന്ന് വെക്കാം, പക്ഷെ എപ്പോഴും ആ മനുഷ്യനായിട്ട് കള്ളനെന്നും കുള്ളനെന്നും ഒരു സഹോദരനെ എന്തായാലും പറയത്തില്ലല്ലോ. ഒരു കള്ളനെന്നും മോശക്കാരനെന്നും മണ്ടനെന്നും പൊട്ടനെന്നും നന്ദയ്ക്ക് വിളിച്ചതൊക്കെ ജാസ്മിൻ ആണല്ലോ. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. പക്ഷെ ഇപ്പോ ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നതാണോ എന്നും പ്രേക്ഷകർക്ക് അറിയാം. ഇതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ പ്രേക്ഷകരോട് പറയുന്നെന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ എത്തുന്നവരേക്കും ബൈ.